ഒരു 3-4 വെള്ളം കഴുകണമേ. അപ്പോൾ അഴുക്കെല്ലാം അങ്ങ് പോകും. ഞാനിപ്പോൾ ഒരു 3-4 വെള്ളം കഴുകിയിട്ടുണ്ട്. കുതിർക്കാനായിട്ട് അടച്ചു വെക്കുക. ഇരിക്കട്ടെ. ഒരു 7-8 മണിക്കൂർ ഇരുന്നിട്ട് ആട്ടണം. എന്നിട്ട് ഈ വെള്ളം തന്നെ ഒഴിച്ച് ആട്ടണം. അപ്പോൾ ദോശ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതൊരു ടിപ്പാണേ. അപ്പം മാറ്റി വെക്കുക 8 മണിക്കൂർ. അപ്പം കുതിർത്ത് വെച്ചിട്ട് 8 മണിക്കൂറായി. അപ്പം ഇത് ആട്ടാൻ പോവാണേ. 2 നാഴി അരിക്ക് ഒരു നാഴി ഉഴുന്ന്. എന്നിട്ട് ഈ വെള്ളം കൊണ്ട് തന്നെ ആട്ടാനായിട്ട് ഈ വെള്ളം തന്നെ എടുക്കണം. അതുപോലെ ഇത്രയും ചോറ്. ഇത് ഞാൻ ഉഴുന്നും അരിയും കൂടെ ഒരുമിച്ചിട്ടാണ്, സെപ്പറേറ്റ് ആയിട്ടല്ല കുതിർത്തത്. അപ്പോൾ അതുകൊണ്ട് കലക്കേണ്ട ആവശ്യമില്ല. അത് ഒരുമിച്ച് കലങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് രാത്രി ഫുള്ള് വെച്ചിരിക്കണം. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേന് നല്ല ഫ്ലഫി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാം. രാത്രി ഞാനാണെങ്കിൽ ഇത് ചെയ്യത്തില്ല, ഉപ്പിട്ട് വെക്കത്തില്ല, രാവിലെയാണ് ഇടുന്നത്. ചിലർ രാത്രി ഉപ്പിട്ട് വെക്കും, അത് അവരവരുടെ കാര്യം. രാത്രി ഉപ്പിട്ട് അങ്ങനെ രാവിലെ ഉപ്പിടുന്നത് അങ്ങനെ. ഓക്കെ, അപ്പോൾ ഞാൻ ആട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ദോശ ഉണ്ടാക്കി കാണിക്കാം. നല്ലതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, കാരണം ഇഡലിക്കല്ല ദോശയ്ക്കാണ്. അപ്പം മാവ് റെഡി ആയിട്ട് നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ രാവിലെ ദോശ ചൂടാം. ഓക്കെ, രാത്രി മൊത്തം ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ഇവിടെ ചൂടായതുകൊണ്ട് പ്രശ്നമില്ല. ഞാൻ മിസോറാമിലൊക്കെ ആയിരുന്ന ടൈമിൽ ഇത് പുളിച്ച് കിട്ടത്തില്ല. അപ്പോൾ ഭയങ്കര പാടായിരുന്നു. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് നല്ല ചൂടല്ലേ. അപ്പോൾ രാത്രി ഫുള്ള് വെച്ചിരിക്കണേ, എന്നാലേ അത് പുളിച്ച് ദോശമാവത്തുള്ളൂ. ഉപ്പിട്ടു, നല്ല ഫ്ലഫി ആയിട്ടുണ്ട്, നല്ല പൊങ്ങി അടിപൊളിയായിട്ടുണ്ട്. ദോശ ഇടാം. ഞാനിവിടെ കല്ലിനകത്ത് എണ്ണ തേക്കത്തില്ല, അല്ലാതെ ചുട്ടിട്ട് അതിൻ്റെ പുറത്താണ് എണ്ണ തേക്കുന്നത്. കാണിക്കാമേ. ഇത് ഒലിവെണ്ണയാണ്, അതിൻ്റെ പുറത്താണ് എണ്ണ ഒഴിക്കുന്നത്. നല്ല സൂപ്പർ ദോശ. ദോശയ്ക്ക് ചമ്മന്തി അരയ്ക്കാൻ പോവാണ്. തേങ്ങ, ഉള്ളി, പച്ചമുളക്, ഇത് 3 കൂടെ വെച്ചിട്ടാണ് ദോശയ്ക്ക് തേങ്ങ അരയ്ക്കുന്നത്, അല്ല ചമ്മന്തി അരയ്ക്കുന്നത്. ഞാൻ തേങ്ങ തിരുമാറില്ല, ഞാൻ ഇങ്ങനെ കുത്തി എടുക്കുവാണ്. സിമ്പിൾ ചമ്മന്തി. ഒരു ശകല മുളക് പൊടി ഇടുക, ഉപ്പിട്ടു. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞു, ഇതിടാം. അപ്പോൾ ഈ വെച്ചിരുന്ന ചമ്മന്തി തിളയ്ക്കരുത്, ഇത് ചൂടാകുകയും ചെയ്യരുത്. തിളച്ച് പോയാൽ ചമ്മന്തി കൊള്ളത്തില്ല. ചൂടാക്കുക മാത്രമേ ചെയ്യാവൂ. അപ്പം ചമ്മന്തി റെഡി. ദോശ, ചമ്മന്തി, പഴം, മധുരമില്ലാത്ത കട്ടൻ കാപ്പി, മുട്ട. ഇതാണ് സാധാരണ ഞാൻ കഴിക്കാറുള്ള എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്.